ദുബായ് എയർ ഷോ കാണാൻ അവസാന ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. നേരെ കയറി ബോയിങ്ങിന്റെയും എയർബസിന്റെയും എല്ലാം കണ്ട് നേരെ ഫ്ലൈ ദുബായിന്റെ കൗണ്ടറിലോട്ടാണ് പോയത്. ഫ്ലൈ ദുബായിയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ കാണാൻ പോയത് 2033 തുറക്കാനിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടിന്റെ പ്രോട്ടോടൈപ്പ് കാണാനായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് 2033 തുറക്കാനിരിക്കുന്ന ദുബായ് എയർപോർട്ട്. ഇതിൽ 5 റൺവേയും 6 കോൺകോസും ആണ് ഉള്ളത്. അങ്ങനെ പുതിയ എയർപോർട്ടിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ എയർ സൈഡിലോട്ട് ഇറങ്ങി. അവിടെ ഒരുപാട് കമ്പനീസിന്റെ പല ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. നേരെ എമിറേറ്റ്സിന്റെ ലാൻഡിംഗ് ഗിയർ കാണാനാണ് ആദ്യം പോയത്. ലാൻഡിംഗ് ഗിയറിന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം നേരെ എഞ്ചിനിലോട്ടാണ് പോയത്. എഞ്ചിൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ തുടങ്ങി. പല ടൈപ്പ് ഓഫ് ഫൈറ്റർ ജെറ്റ്സിന്റെ പല ടൈപ്പ് ഓഫ് സ്റ്റൺസ് ആയിരുന്നു ഞങ്ങൾ ആകാശത്ത് കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതെല്ലാം കാണണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ആ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. ആ ഒരു സെറ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി. മിലിറ്ററിയിലൊക്കെ എമർജൻസി എയർ ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ആർമി ഫ്ലൈറ്റ്സ് കാണാനായിരുന്നു. പല ടൈപ്പ് ഓഫ് ആർമി ഫ്ലൈറ്റ്സിന്റെ പല സെക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് എമിറേറ്റ്സിന്റെ സൈഡിലൂടെ നോക്കിയപ്പോഴത്തേക്കും തിരക്ക് ഒഴിഞ്ഞു. എമിറേറ്റ്സിന്റെ ലേറ്റസ്റ്റ് എയർബസ് 350 കാണാനായിരുന്നു അകത്തോട് കയറിയത്. ഈ കാണുന്നതാണ് എയർബസ് A350യുടെ ബിസിനസ് ക്ലാസ് സീറ്റിംഗ് ഏരിയ. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ലക്ഷറി തന്നെയായിരുന്നു. ദുബായ് എയർ ഷോയുടെ അവസാന ദിവസം ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല, ഇന്നൊരു ദിവസം തന്നെ 3-4 മണിക്കൂർ കൊണ്ട് 16,000-17,000 ആൾക്കാരുടെ എൻട്രൻസ് ആയിരുന്നു ദുബായ് എയർ ഷോയിൽ ഉണ്ടായത്. ഈ കാണുന്നതാണ് UAE ആർമിയുടെ ഹെലികോപ്റ്റർ. പല ബെൽറ്റുകൾ ടൈറ്റ് ആക്കി ഉപയോഗിച്ചിട്ടുള്ളതാണ് സീറ്റിംഗ് ഏരിയ. ഹോസ്പിറ്റൽ എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് UAE എയർഫോഴ്സിന്റെ ഹൈ സെക്യൂരിറ്റി എയർക്രാഫ്റ്റ്. സംഭവം എയർഫോഴ്സിന്റെ ആയതുകൊണ്ട് അതർ നാഷണാലിറ്റീസിന് എൻട്രൻസ് ഇല്ലായിരുന്നു. ഒൺലി ബൈ ഇൻവിറ്റേഷൻ ആൻഡ് ലോക്കൽസിനായിരുന്നു അതിന്റെ അകത്തേക്കുള്ള എൻട്രൻസ്. അടുത്ത് കാണാൻ പോയത് ആർമിയുടെ യമണ്ടൻ ഐറ്റമായ ഗ്ലോബ് മാസ്റ്റർ 3 എന്ന ഈ ഒരു ഐറ്റം കാണാനായിരുന്നു. ഹെവി വാറും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലോബ് മാസ്റ്റർ 3 എന്ന ഈ ഒരു എയർക്രാഫ്റ്റ്. അകത്ത് കയറിയപ്പോൾ കണ്ടത് ഗ്ലോബ് മാസ്റ്റർ 3യുടെ ഓഫീസേഴ്സിനെ ആയിരുന്നു. നേരെ അവരോട് പോയി സംസാരിച്ചു. അവർ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ കാണുന്ന ഒരു എമർജൻസി കോൺഫറൻസ് ഏരിയ. തൊട്ട് പുറയിലായിട്ട് നിങ്ങൾക്ക് സീറ്റുകൾ കാണാം. ഇതാണ് VIP സീറ്റ്സ്. വളരെ അപൂർവം 4 അല്ലെങ്കിൽ 8 ഉണ്ടാവും. ഫ്ലൈറ്റിനുള്ളിൽ ആർക്കെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ കാണുന്ന കെയർ റൂമിലാണ് അവർ അഡ്മിറ്റ് ആക്കുന്നത്. സോൾജേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് ടൈപ്പ് നോർമൽ ചെയർസും അതിനകത്തുണ്ട്.